സാർ നമസ്കാരം. നമസ്കാരം. CPM എന്ന പാർട്ടി എല്ലാ കാലത്തും CPI എന്ന ഘടകകക്ഷിയോട് എന്നും ഒരു ചിറ്റമ്മ നയമാണ് കാണിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആയിക്കോട്ടെ, അതെ, പറഞ്ഞു വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും CPM കഴിഞ്ഞാൽ തലമുതിർന്ന കക്ഷി തന്നെയാണ് CPI. പക്ഷേ സാറ് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു വലിയേറ്റ മനോഭാവത്തോടു കൂടി ചൂരലെടുത്തുകൊണ്ട് CPIയെ തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് CPI പ്രതികരിച്ചും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ ഒരു പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത്. 99 സീറ്റോടുകൂടി കഴിഞ്ഞ തവണ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ അതിനുശേഷം രണ്ടാം വട്ടം ഭരണം കഴിഞ്ഞു 5 വർഷം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3-ാം വട്ടവും ഭരിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ആകെ കൂടി കിട്ടിയത് 35 സീറ്റാണ്. വളരെ ദയനീയമായ പരാജയം പോലും എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരെല്ലാവരും ഈ പരാജയത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിണറായി വിജയൻ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കരുത്, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്, പ്രതിപക്ഷ നിയമസഭാ കക്ഷിയായി ഒരു കാരണവശാലും അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം പാർട്ടിക്കകത്തുണ്ടാകുന്നു. എന്നാൽ പിണറായി വിജയൻ പഴയതുപോലെ തന്നെ തൻ്റെ അപ്രമാദിത്വം അവിടെയും കാണിക്കുന്നു. പോളിറ്റ് ബ്യൂറോവിലടക്കം പിണറായി വിജയനെതിരെ നിലകൊണ്ടിട്ടും അതിൽ തൻ്റെ കൂടി വോട്ട് അവകാശം വിനിയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുക്കുന്നു. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുത്തത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലിനാണ്. ഇപ്പോൾ CPI ഉന്നയിക്കുന്നൊരു കാര്യം, ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മറ്റൊരാൾക്ക്, അതായത് CPMന് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് CPIക്ക് അവകാശപ്പെട്ടതാണ്. CPIയിലെ മുൻ മന്ത്രി കൂടിയായ രാജന് അത് കൊടുക്കണം. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് വീണ വിജയൻ എന്ന പിണറായി വിജയൻ്റെ മുതിർന്ന മകൾ, അതായത് ഒരു വ്യക്തി, ആ വ്യക്തി നടത്തുന്ന ഒരു വ്യവസായ സംരംഭത്തിലേക്ക് അവർ കോഴ വാങ്ങി എന്നുള്ളൊരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിനും അതിൻ്റെ റെയ്ഡിനുമായാണ് ED സംഘം എത്തിയത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിനോ മുഖ്യമന്ത്രി താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടല്ല, മുഖ്യമന്ത്രിയുടെ മകൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ വീട്ടിലേക്ക് ED എത്തി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ നിയമപരമായ വശം. പിണറായി വിജയനോട് ED അവിടെ 8.5 മണിക്കൂർ നേരം സെർച്ച് നടക്കുമ്പോഴും ഒരു വാക്ക് പോലും, ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ തെരുവിൽ ഈ കണ്ട ഇടതുപക്ഷ വിശ്വാസികളെല്ലാം ചേർന്ന് ഒരു പ്രതിരോധം തീർക്കുകയും പ്രതിഷേധം ഉണ്ടാക്കുകയും ED ഉദ്യോഗസ്ഥന്മാരെ അവർ ഉപദ്രവിക്കുകയും പോലുള്ള നിയമലംഘനങ്ങൾ നടത്തിയതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ പശ്ചാത്തപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് CPIയുടെ ഒരു അവലോകന യോഗത്തിൽ, അവർ ഓൺലൈനായിട്ടാണ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച യോഗം ചേർന്നത്. അപ്പോൾ CPMനെ അതിനിശിതമായി വിമർശിക്കുകയും പിണറായി വിജയനെ കൃത്യമായി തന്നെ ചൂരലുകൊണ്ട് അടിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ ആ യോഗത്തിൽ കണ്ടത്. CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വവും ഇത് തന്നെയാണ് ആവർത്തിച്ചത്. കാരണം പിണറായിയുടെ മകൾ ഒരു മുതിർന്ന വ്യക്തിയാണ്, അവർക്കെതിരെയുള്ള കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്കറിയാം. പാർട്ടിയുടെ ഒരു പ്രതിരോധം അതിൽ തീർക്കേണ്ട ആവശ്യമില്ല, ഇനി അത്തരം ഒരു ഏർപ്പാടിന് ഞങ്ങളില്ല എന്നൊരു നിലപാടിലേക്ക് മാറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ കീറി വലിച്ച് തേച്ചൊട്ടിച്ചിരിക്കുന്നു CPI എന്നുള്ളതാണ്. മറിച്ചൊന്നുകൂടി ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ പഴയ ചക്കളത്തി പോരാട്ടം, പൊറോട്ട് നാടകം ഇനി നടക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് സാർ ഇതിന് വിലയിരുത്തുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് CPI കേരള രാഷ്ട്രീയത്തിലെ ഒരു ദുർബലമായ വിഭാഗമാണ്. അതിൻ്റെ ഒരു ശക്തിയുണ്ട്, കരുത്തുണ്ടെന്നുള്ളത് CPIക്കാർക്ക് പോലും വിശ്വാസമില്ല. ഇപ്പം ഇടതുപക്ഷ മുന്നണി വിട്ടു CPI പോയി എന്നിരിക്കട്ടെ, സ്വന്തമായിട്ടൊരു മത്സരിക്കാൻ തീരുമാനിച്ചാലേ, ഇപ്പം BJPക്ക് ഇപ്പം 3 സീറ്റ് കിട്ടി, ഏകദേശം 14% വോട്ടായി കിട്ടിയിട്ടുണ്ട്. CPIയെ സംബന്ധിച്ച് പരമാവധി കേരളത്തിൽ കിട്ടാവുന്ന 5% വോട്ടിന് മേലെ അവർക്ക് കിട്ടില്ല. അതൊന്നും അവർക്ക് ഒരു സീറ്റ് പോലും അവർക്ക് ജയിക്കാൻ സാധ്യമല്ല. സകല സീറ്റിൽ അവർ തരിപ്പണമായി പോവും. അങ്ങനെയുള്ള താരതമ്യേന ദുർബലരായിരിക്കുന്ന ഇടതുപക്ഷത്തിലെ CPMന്റെ
മറ്റേ പുറം പറ്റിക്കൊണ്ട് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് CPI. ആ CPI സംബന്ധിച്ച് അവർക്ക് CPM-ന് നല്ല ധാരണയുണ്ട്. CPI എന്തൊക്കെ പറയാം, അവർ നേതാക്കന്മാരെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കട്ടെ. പഴയ കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ അവസ്ഥ നമുക്കറിയാലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-യുടെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതാക്കന്മാരായാലും കൊള്ളാം, കേരള നേതാക്കന്മാരായാലും കൊള്ളാം, അവരെല്ലാവരും CPM-ന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ബിനോയ് വിശ്വം മാത്രമൊന്നുമല്ല. ബിനോയ് വിശ്വം ആണെങ്കിൽ അതിനുമുമ്പ് D രാജി ആയിരുന്നെങ്കിലും, അതിനുമുണ്ടായത് രാജേശ്വര റാവു ആണെങ്കിലും, ഈ പറയുന്നവരൊക്കെ CPM-ന് വേണ്ടി പണിയെടുത്തിട്ടുള്ളവരാണ്. ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു കുറെ കാലത്തോളം അവർക്ക് ചാരാനായിട്ട് വേറൊരു ഒരു മതിലുണ്ടായിരുന്നു. അതായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ റഷ്യയുടെ പിൻബലം പറ്റിക്കൊണ്ട്, റഷ്യയുടെ പണം പറ്റിക്കൊണ്ട് CPI എന്ന് പറയുന്ന വിഭാഗക്കാര് ഇന്ദിരാഗാന്ധിയുടെ കൂടി. അവര് ചരിത്രം ശരിക്കതാണ്. അവര് ചരിത്രത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ സംഗതികൾ നടന്നുള്ള അടിയന്തരാവസ്ഥ കാലത്ത് അതിന് CPI-യുടെ നിലപാട് എന്തായിരുന്നു? CPI-കാരായിട്ടുള്ള C അച്യുതമേനോൻ, നമുക്ക് ചിലപ്പോൾ തോന്നുന്നു അച്യുതമേനോൻ ഭയങ്കര മാന്യനാണ്. ഒരു മാന്യനല്ലപ്പാ. ഈ പറയുന്ന അച്യുതമേനെ സോവിയറ്റ് റഷ്യയിലേക്ക് അയച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. സോവിയറ്റ് റഷ്യയിൽ പോയിട്ട് റഷ്യൻ ഭരണാധികാരികളുടെ അനുമതി മേടിക്കാൻ വേണ്ടിയിട്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അനുമതി മേടിക്കാൻ വേണ്ടി പോയത് C അച്യുതമേനോനെന്നുള്ള കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ 7500-ഓളം വരുന്ന ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തല്ലോ. അവർ ആവറേജ് പ്രായം 19 വയസ്സാണല്ലോ. അതിന് നേതൃത്വം കൊടുത്ത C അച്യുതമേനല്ലേ. കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് 28 പേരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. 28 പേര്. അത് കേരളത്തിലെ കേവലം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ? ഇന്ന് മാത്രമല്ല, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇന്നിപ്പോ നമുക്കൊക്കെ നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ വലിയ ഡെമോക്രസിന്റെ വാളായിട്ട് നിൽക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ അതിന് ഒപ്പുവെച്ചാളുടെ പേരെന്താ? C അച്യുതമേനോൻ എന്നാണ്. 971 കേരള സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട്, തമിഴ്നാടുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു അവിഹിതമായിട്ടുള്ള ഡാം നിർമ്മിക്കുവാനുള്ള, അല്ലെങ്കിൽ വൈദ്യുത നിലയം സ്ഥാപിക്കുവാനുള്ള കരാറിൽ ഒപ്പിട്ട ആളുടെ പേര് C അച്യുതമേനോൻ എന്നാണ്. അയാൾ CPI-കാരനാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ CPI സംബന്ധിച്ചുണ്ട്. അതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ B ടീമായിരുന്നു, ഇപ്പൊ അത് CPM-ന്റെ B ടീമാണ്. അന്ന് അടിയന്തരാവസ്ഥ പോലുള്ള ജനാധിപത്യ വിരുദ്ധമായുള്ള കാര്യങ്ങള് കോൺഗ്രസ്സുകാരൻ ചെയ്തപ്പോ കമാന്നുള്ളൊരു അക്ഷരം മിണ്ടാതെ കണ്ട് വാലാട്ടിക്കൊണ്ട് പുറകെ നടന്നുള്ള ഒരു പാരമ്പര്യം അത് CPI-ക്കുണ്ട്. ഇന്ന് CPI സംബന്ധിച്ച് അത് തന്നെയാണ്. ഇന്നിപ്പോ CPI ആവശ്യപ്പെട്ടില്ല. എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം. ഇവിടെ ആരെ ഇവർക്കത് കൊടുക്കാൻ പോണാരാ? CPM ഇവർക്ക് പുല്ലുവിലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് പുല്ലുവിലയാണ്. ഒരു കാരണവശാലും ഇവർക്കൊരു പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം ഇവർക്ക് കൊടുക്കാൻ വഴിയില്ല. ഇവർക്ക് രാജൻ മാന്യനല്ല എന്നല്ല ഞാൻ പറയാ. രാജൻ മാന്യനാണ്, പ്രസാദ് കുഴപ്പക്കാരനാണെന്ന് പറയുന്നില്ല. അങ്ങനെ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് CPI-യിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ മാന്യന്മാരെ ആരെയും ഈ പറയുന്ന സ്ഥാനത്ത് നിർത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇത് തീരുമാനിക്കുന്നത് CPM ആണ്. CPM-ന് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക. അവര് സെക്രട്ടേറിയറ്റ് ആണ് തീരുമാനിക്കുക. ആകെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കാവുന്നതല്ലാണ്ട് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിക്കോ ഓൾ ഇന്ത്യ സെക്രട്ടറിക്കോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധ്യമല്ല എന്നുള്ളതാണ് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്. സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം തീരുമാനിക്കുന്നത് CPM ആണ് എന്ന് പറയുമ്പോൾ, CPM എന്ന് പറഞ്ഞാൽ പിണറായി എന്നാൽ CPM, അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവിടെ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല, തീരുമാനങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ല. അപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ അവിടെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടിയേ തീരൂ. കാരണം ക്യാബിനറ്റ് റാങ്കാണ്. അദ്ദേഹത്തിന് ഈ നിരവധി കേസുകളുണ്ട്, വലിയ വലിയ വിഷയങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വെറും ഒരു സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ യാതൊരു തരത്തിലും അധികാരമില്ലാത്ത ഒരാളായി അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം തന്നെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ കൂടി വോട്ടിട്ട് അദ്ദേഹം ബലം പ്രയോഗിച്ച് അത് ഏറ്റെടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തെങ്കിലും അനാരോഗ്യകരമായ പല കാര്യങ്ങളുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കൃത്യമായി നിയമസഭയിൽ പോകാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ആ ഉപനേതൃസ്ഥാനം KN ബാലഗോപാലിന് കൊടുക്കുമ്പോൾ
അപ്പോൾ അദ്ദേഹം പോയി ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോളും, റെപ്രസെൻറ്റ് ചെയ്തോളും. ഇവിടെ അത് CPIക്ക് ഒരു കാരണവശാലും പിണറായി വിജയൻ കൊടുക്കും എന്നുള്ളത് ഇപ്പോൾ സാറ് പറഞ്ഞാൽ അത് വ്യാമോഹം മാത്രമായിരിക്കും, നടക്കാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ എപ്പോഴും വൈകി മാത്രം വിവേകം ഉദിക്കുന്ന ഒരു ആളുകളായാണ് CPI കാലം വിലയിരുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിൽ പൈസ കൊടുത്തത് ശരിയായി, നല്ല നിലപാടായി എന്ന് പിന്നീട് വിനോയ് വിശ്വം അടക്കമുള്ള CPIക്കാർ പറഞ്ഞത്. അന്ന് ആ സമരം നടക്കുന്ന സമയത്ത് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് PM ശ്രീ പദ്ധതിയെക്കുറിച്ചൊക്കെ അവർ പിന്നീട് ഒപ്പിട്ടതിന് ശേഷമാണ് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് അവരുടെ പ്രതിഷേധം പറയുന്നത്. അപ്പോൾ വളരെ വൈകി മാത്രം അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു പാർട്ടിയായി ഈ കാര്യത്തിലും, അതായത് വീണ വിജയന് പ്രതിരോധം തീർക്കാൻ ഞങ്ങൾ പോകേണ്ടതില്ല എന്ന് അന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ തെരുവിൽ ഒരു നിയമരാഹിത്യം നടക്കില്ലായിരുന്നു, ഒരു നിയമലംഘനം നടക്കില്ലായിരുന്നു. അപ്പോൾ ഇവർ പലപ്പോഴും ഇത്തരം രാഷ്ട്രീയ പൊറോട്ട് നാടകങ്ങൾ നടത്തി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് വീണ്ടും ഞങ്ങൾ ജനകീയപക്ഷമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലെയാണ് ഇത്തരം ചില വാഗ്വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇനി അതിനെ തുടർന്ന് എന്തൊക്കെ പുകിലുകൾ അവിടെ ഉണ്ടാകും. ഇനിയിപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ് CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് വഴിയെ കണ്ടറിയാം, കാത്തിരിക്കുക. തീർച്ചയായിട്ടും. നമസ്കാരം.